ED റെയ്ഡിന് പിന്നാലെ ഇന്നലെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ വിശദീകരണം തേടി ആഭ്യന്തരമന്ത്രി പോലീസ് മേധാവിയെ വിളിപ്പിച്ചു. തലസ്ഥാനത്ത് ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളിലെ പോലീസ് വീഴ്ച സംബന്ധിച്ച് DGP വിശദീകരണം നൽകുമെന്നാണ് അറിയുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ പ്രതികരണം പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നായിരുന്നു. പക്ഷേ ന്യായീകരിക്കാവുന്ന ഒരു വീഴ്ചയല്ല ഇന്നലത്തെ മുഴുവൻ ദൃശ്യങ്ങളും മാധ്യമങ്ങളിലൂടെ കണ്ടവർക്ക് മുന്നിലുള്ളത്. ഇന്നിപ്പോൾ DGPയെ നേരിട്ട് വിളിപ്പിക്കുമ്പോൾ അത് ഔദ്യോഗികമായ ഒരു വിശദീകരണമാണോ? ശ്രീജ, എന്തായാലും ഇന്നലെ ഉണ്ടായ വീഴ്ച എന്ന് പറയുന്നത് കേരളത്തിന് ആകെ നാണക്കേടുണ്ടായ പോലീസ് വീഴ്ച തന്നെയാണ്. ആ വിഷയത്തിലാണിപ്പോൾ DGP ആഭ്യന്തരമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി DGPയെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. രമേശ് ചെന്നിത്തലയുടെ ദേവദത്തം എന്ന് പറയുന്ന വഴുതക്കാട് ഈശ്വരവിലാസം റോഡിലുള്ള വീടാണ് ഈ കാണുന്നത്. വീടിന് മുന്നിലായി ഇപ്പോൾ DGPയുടെയും അതോടൊപ്പം തന്നെ ADGP വിജയൻ അടക്കമുള്ള ആളുകളുടെയും വാഹനങ്ങൾ കിടക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആളുടെ സാന്നിധ്യം കൂടി ഈ യോഗത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ മുൻ DGP ആയിട്ടുള്ള ഹേമചന്ദ്രനെ കൂടി ഇവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 3 പേർ, ADGP ആയ വിജയനും DGP അതോടൊപ്പം തന്നെ ഹേമേന്ദ്രൻ, ഈ 3 ആളുകളും ഇപ്പോൾ ഈ വീട്ടിലുണ്ട്. ഇവിടെ വിശദമായി തന്നെയുള്ള ചർച്ചകൾ നടക്കുകയാണ്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, പ്രതികളെ കണ്ടെത്താൻ ഇത്ര വൈകുന്നത് എന്തുകൊണ്ടാണ്, ഇതുവരെയും മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 7 പേർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. ഇന്നിപ്പോൾ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലാകുന്നു. ഇന്നലെ 5, അങ്ങനെ മുഴുവൻ 7 പേർ മാത്രമാണ് പിടിയിലാകുന്നത്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും പുറത്തോടെയുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ആളുകൾ. IP വിനു, ആറ്റുകാൽ ഉണ്ണി അടക്കമുള്ള മുൻ കൗൺസിലർമാരെ പോലെയുള്ള ആളുകളടക്കം ഇപ്പോഴും പുറത്താണ് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് നാണക്കേടായി മാറുന്നത്. എത്രയും വേഗം മുഴുവൻ ആളുകളെയും പിടികൂടുക, അതോടൊപ്പം തന്നെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരാരാണ്, ഇത്ര കൃത്യമായി ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും അവിടെ അന്യായമായ ആൾക്കൂട്ടം ഉണ്ടാകുന്നുവെന്നും പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഒരു സംഘർഷ അന്തരീക്ഷമുണ്ട് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് കാര്യക്ഷമമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരുന്നത്, ഏത് ഉദ്യോഗസ്ഥർക്കൊക്കെയാണ് വീഴ്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം DGPയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ADGPയും എല്ലാം ആഭ്യന്തരമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട് ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും കൂടിക്കാഴ്ച തുടരുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ഇന്ന് രാവിലെ പ്രതികരണം തേടി നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോൾ പ്രതികരിക്കുന്നില്ല. പ്രതികരണം ഉണ്ടെങ്കിൽ അറിയിക്കാം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. അതിനെ തുടർന്ന് മാധ്യമങ്ങളെല്ലാം മടങ്ങിപ്പോയിരുന്നു. അതിന് പിന്നാലെയാണ് DGPയെയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ADGPയെയും മുൻ DGP ആയ ഹേമേന്ദ്രനെയും ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇപ്പോൾ വിശദമായി തന്നെയുള്ള കൂടിയാലോചനകൾ നടക്കുന്നത്. ഈ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള തീരുമാനം ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞേക്കാം. ഈ ഉണ്ടായിട്ടുള്ള വീഴ്ചയിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ വീഴ്ച സംബന്ധിച്ച കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതികളെ പിടിക്കാൻ കഴിയാത്ത വിഷയത്തിൽ ഈ CPM അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകരും ഇന്നലെ പാളയത്തെ പാർട്ടി ഓഫീസിന് മുന്നിൽ തീർത്തൊരു പ്രതിരോധമുണ്ട്. എന്തുകൊണ്ടത് മറികടക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ചില അന്വേഷണങ്ങളും പരിശോധനകളും എല്ലാം നടന്നു വരികയാണ്. ഇപ്പോഴെന്തായാലും കൂടിക്കാഴ്ച തുടരുന്നുണ്ട്. കൂടിക്കാഴ്ച കഴിഞ്ഞ ശേഷമുള്ള പ്രതികരണത്തിനായി മാധ്യമങ്ങൾ പുറത്ത് കാത്തു നിൽക്കുകയുമാണ്. ശ്രീജ.